ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉന്മാദം. പ്രശസ്ത എഡിറ്റർ കൂടിയായ കിരൺ ദാസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ എഡിറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുള്ളതും കിരൺ ദാസ് തന്നെയാണ്. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയത് ഷാഹി കബീറാണ്. ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, സിദ്ദീഖ്, ലിജോ മോൾ ജോസ്, സാബുമോൻ, കൃഷ്ണപ്രഭ, സുധീഷ്, അരുൺ ചെറുകേൽ, ഷാജു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. അർജുൻ സേതുവാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് മുജീബ് മജീദാണ്. 2 മണിക്കൂർ 23 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ കാറ്റഗറി എഴുതുന്ന ഈ സിനിമ കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിച്ചത് രാവിലെ 9:30-നാണ്. സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ച് പൊതുവായി വന്നിട്ടുള്ളത് മിക്സഡ് അഭിപ്രായമാണ്. കുഞ്ചാക്കോ ബോബൻ, സാബുമോൻ, ലിജോ മോൾ ജോസ് എന്നിങ്ങനെ അഭിനേതാക്കളെല്ലാം തന്നെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഷാഹി കബീറിന്റെ ശക്തമായ തിരക്കഥ സിനിമയിലേക്ക് മാറിയപ്പോൾ മേക്കിംഗ് ദുർബലമായി പോയി എന്ന വിമർശനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടുമടുത്ത പുതുമയില്ലാത്ത കഥ എന്ന പോരായ്മയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി, മുജീബ് മജീദിന്റെ സംഗീതം എല്ലാം മികച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇന്നലെ ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടുമായി വമ്പൻ തരംഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. മാർവൽ കോമിക് യൂണിവേഴ്സിലെ ചാപ്റ്റർ 38 ഈ സിനിമ ഡെയിലി കളക്ഷന്റെ കാര്യത്തിലായാലും അഡ്വാൻസ് ബുക്കിംഗിന്റെ കാര്യത്തിലായാലും റെക്കോർഡ് നേട്ടമാണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് വെള്ളി, നാളെ ശനി, മറ്റന്നാൾ ഞായർ എന്നിങ്ങനെ 3 ദിവസത്തെ ഇന്ത്യൻ പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 200 കോടിക്ക് മുകളിലാണ്. കേരളത്തിൽ അഡ്വാൻസ് ബുക്കിലൂടെ ഇന്ന് പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2,48,00,000 രൂപയാണ്. തമിഴ്നാട്ടിൽ പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 3,62,00,000 രൂപയുമാണ്. ഇന്നലെ വ്യാഴാഴ്ച ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ആയി സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 5,92,00,000 രൂപയായിരുന്നു. തമിഴ്നാട് ഓപ്പണിംഗ് ആയി സിനിമ നേടിയെടുത്തത് 6,50,00,000 രൂപയുമാണ്. ഇന്ത്യയിൽ സിനിമ ഏറ്റവും മികച്ച ഓപ്പണിംഗ് നേടിയെടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 13,15,00,000 രൂപയാണ് ഇവിടെ നിന്ന് നേടിയെടുത്തത്. ദില്ലിയിൽ 9,50,00,000, ഉത്തർപ്രദേശിൽ 4,35,00,000, മധ്യപ്രദേശിൽ 2,16,00,000, വെസ്റ്റ് ബംഗാളിൽ 3,45,00,000, കർണാടകയിൽ 8,86,00,000, തെലങ്കാനയിൽ 5,90,00,000, ആന്ധ്രാപ്രദേശിൽ 3,62,00,000 എന്നിങ്ങനെ 82,44,00,000 രൂപയാണ് ഇന്ത്യൻ ഓപ്പണിംഗ് ആയി നേടിയെടുത്തത്. ഇതിൽ 73,60,00,000 കളക്ട് ചെയ്തത് 3D പതിപ്പിൽ നിന്നാണ്. ഫസ്റ്റ് ഡേ ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 37,63,00,000 രൂപയുമാണ്. ഇന്നലെ ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് പ്ലോട്ടോ. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, ആർഷ ചാന്ദിനി ബൈജു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം കേരളത്തിൽ സിനിമ ഇന്നലെ കളക്ട് ചെയ്തിരിക്കുന്നത് 22,00,000 രൂപയാണ്. ജനനായകൻ തിയേറ്ററിലെത്തിയിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ചയായ 9-ാം ദിവസമാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 28,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15,20,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 3,20,00,000 രൂപയാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ 114,40,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. കർണാടകയിൽ 53,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 28,55,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 4,60,00,000 രൂപയാണ് ഇന്നലെ നേടിയെടുത്തത്. അങ്ങനെ 194,50,00,000 റേഞ്ചിലാണ് ഇന്ത്യയിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 275 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമയുടെ 14 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ വ്യാഴാഴ്ച സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 20,00,000 രൂപയാണ്. 14 ദിവസം കൊണ്ട് 10,89,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസായി 14 ദിവസം കൊണ്ട് 176,89,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് ഷെയറായി ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് $18.52 മില്യൺ ആണ്. അതായത് 77,62,00,000 രൂപ. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി $697 മില്യൺ ആണ് നേടിയെടുത്തിരിക്കുന്നത്. സ്പൈഡർമാൻ, പ്ലൂട്ടോ, ഉന്മാദം എന്നിങ്ങനെ ഇന്നലെയും ഇന്നുമായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തിയിരിക്കുന്നത്. ഈ സിനിമകളൊക്കെ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും, ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.